നമ്മൾ ഭഗവത്ഗീതയാണ് ക്വിസിന് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഭഗവത്ഗീത ഒരു ഭാരതീയ ജ്ഞാനമീമാംസയിലെ, ഒരു ഭാരതീയ ജ്ഞാന സമ്പ്രദായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങളുടെ സമാഹാരമായ കൃതിയാണ്. ഒരുപക്ഷെ സാമ്പ്രദായികമായ രീതിയിലും ആധുനിക രീതിയിലും ഒക്കെ വ്യാഖ്യാനങ്ങൾ വന്നിട്ടുള്ള ഒരു കൃതിയാണ് ഭഗവത്ഗീത. ലോക സാഹിത്യത്തിൽ ഇത്രത്തോളം വായിക്കപ്പെട്ടിട്ടുള്ള വ്യത്യസ്തമായ പഠനങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു കൃതിയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹൈസ്കൂൾ കാലത്തൊക്കെ ഭഗവത്ഗീത നമ്മളുടെ ജീവിതത്തിലേക്ക് വരിക എന്ന് പറയുന്നത് നമുക്ക് ജീവിതത്തിൽ വലിയൊരു സാധ്യത തുറന്നു തരികയാണ്. ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ, നിങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പഠിക്കാൻ പോയേക്കാം, ജോലി കിട്ടി നിങ്ങൾ പോയേക്കാം. അവിടെയൊക്കെ നിങ്ങൾക്ക് ഒരു ദർശനത്തിന്റെ കരുത്ത്, കൂടെ ഒരു ശക്തമായ ദർശനം കൂടെയുണ്ട്. ഇതാണ് ഭഗവത്ഗീത. ഭഗവത്ഗീത പ്രശ്നോത്തരി വജ്രവ്യൂഹം നമ്മൾ ആരംഭിക്കുകയാണ്. ആദ്യത്തെ ചോദ്യം ശബരിഗിരി സ്കൂളിനോടാണ്. നമ്മളുടെ ചോദ്യങ്ങൾ ഇതാ ആരംഭിക്കുന്നു. സത്വഗുണത്തിന്റെ സ്വഭാവം എന്താണ്? ഓപ്ഷൻ എ ചഞ്ചല സ്വഭാവം, ഓപ്ഷൻ ബി പ്രകാശ സ്വഭാവം, ഓപ്ഷൻ സി മൗന സ്വഭാവം, ഓപ്ഷൻ ഡി ആലസ്യ സ്വഭാവം. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ഓപ്ഷൻ ബി പ്രകാശ സ്വഭാവം. ആഹാ, ചിന്മയിക്കുട്ടി ആദ്യത്തെ സെക്കൻഡിൽ ഉത്തരം പറഞ്ഞു. ശരിയാണോ? ശരിയാണ്. മൗനം അല്ല, അല്ല. സത്വഗുണത്തിന്റെ ഭാവമല്ലേ, മുനിയുടെ ഭാവമല്ലേ? പക്ഷെ ഇതിന്റെ ആൻസർ പ്രകാശ സ്വഭാവം. എന്നാ ലോക്ക് ചെയ്തോട്ടെ. ലോക്ക് ചെയ്തു. അപ്പൊ ഇവര് നിർദ്ദേശിച്ചതനുസരിച്ച് ഓപ്ഷൻ ബി പ്രകാശ സ്വഭാവം നമ്മൾ ലോക്ക് ചെയ്യുന്നു. ശരിയായിരിക്കോ? സത്വഗുണമാണ് നമ്മളെ മുനികളുടെ, ധ്യാനശീലരുടെ ഒക്കെ സ്വഭാവമായിട്ട് പറയുന്നതാണ്. ആലസ്യമാവില്ല, പക്ഷെ എനിക്ക് മൗനമാകുമോ എന്നൊരു സംശയമുണ്ട്. ചഞ്ചല സ്വഭാവവും ആവാൻ വഴിയില്ല അല്ലെ? ഇല്ല. നമുക്ക് നോക്കാം, പ്രകാശമായിരിക്കുമോ എന്ന് നോക്കാം. ആഹാ, നിങ്ങളുടെ ശരി ഉത്തരമാണ്. 10 മാർക്ക് ലഭിച്ചിരിക്കുന്നു. സത്വഗുണം, പ്രകാശ സ്വരൂപം. എന്താ അങ്ങനെ ഭഗവത്ഗീതയിലെ ആ ഭാഗം ഓർമ്മയുണ്ടോ? ഒരു ശ്ലോകത്തിലൂടെ അത് പറയാൻ കഴിയാൻ അർജുനൻ ഒരു ചോദ്യം ഭഗവാനോട് ചോദിക്കുന്നുണ്ട്. കൈലിംഗൈ സ്ത്രീം ഗുണാനേതാൻ അതീതോ ഭവതി പ്രഭോ കിമാചാര കഥം ചൈവാൻ ത്രീൻ ഗുണാനതിവർത്തന്തേ. ത്രിഗുണാതീതന്റെ ലക്ഷണം എന്താണെന്നൊക്കെ ചോദിക്കുമ്പം ഭഗവാൻ പറയുന്ന ശ്ലോകത്തിൽ ഈ സത്വഗുണ സ്വഭാവം എന്തെന്ന് പറയുന്നുണ്ട്. സത്വം പ്രകാശാത്മകം എന്ന് പറയുന്നുണ്ടല്ലേ. മിടുക്കി. ചിന്മയിക്ക് പ്രത്യേകം കൈയടി. ഭവൻസ് വിദ്യാമന്ദിർ മഞ്ഞപ്ര. രണ്ടുപേരും തയ്യാറല്ലേ? അതെ. പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ട്. അധ്യായങ്ങളൊക്കെ ഉറപ്പിച്ചു. ഭഗവത്ഗീതയിലൂടെ കടന്നുപോയി. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം. ഭവൻസ് വിദ്യാമന്ദിർ മഞ്ഞപ്ര, വജ്രവ്യൂഹത്തിൽ ആദ്യത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഭഗവാന്റെ അഷ്ടപ്രകൃതികളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ഓപ്ഷൻ എ മനസ്സ് ബുദ്ധി, ഓപ്ഷൻ ബി സത്വം രജസ്, ഓപ്ഷൻ സി ജ്ഞാനം വൈരാഗ്യം, ഓപ്ഷൻ ഡി സത്യം ധർമ്മം. ഭഗവത്ഗീത വാക്യമനുസരിച്ച് ഭഗവാന്റെ അഷ്ടപ്രകൃതികളിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണ്? നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. എ മനസ്സ് ബുദ്ധി. എ മനസ്സ് ബുദ്ധി. ധൈര്യപൂർവ്വം ലോക്ക് ചെയ്യാമോ? ഉറപ്പാണ്. മറ്റോപ്ഷനെ കുറിച്ച് ആലോചിക്കുന്നില്ല? ഇല്ല. എന്നാ ഒന്ന് ലോക്ക് ചെയ്തേക്കാം. ഓപ്ഷൻ എ മനസ്സ് ബുദ്ധി നമ്മൾ ലോക്ക് ചെയ്യുന്നു. ഇത് ഏത് ഭാഗത്താന്ന് ഓർമ്മയുണ്ടോ? ഏത് ഭാഗത്താ ഈ ഭിന്ന പ്രകൃതിരഷ്ടഥ എന്ന് പറയുന്നത്? ഈ 2 പ്രകൃതികളെ കുറിച്ച്. 2 പ്രകൃതിയല്ല, 8 പ്രകൃതി. ഭഗവാന്റെ അഷ്ടവിധമായി വ്യാപിച്ചിരിക്കുന്ന പ്രകൃതിയിൽ 2 ഇവിടെ ചോദിച്ചിട്ടുള്ളൂ. അത് ഏതൊക്കെയാന്ന് ഓർമ്മയുണ്ടോ? നമുക്ക് ഉത്തരം ശരിയാണോ നോക്കിയിട്ട് നമുക്ക് ഭഗവാന്റെ അഷ്ടപ്രകൃതികളെ കുറിച്ച് ആലോചിക്കാം. ഉത്തരം ശരിയാണ്. ഈ ചോദ്യം കണ്ടപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം പെട്ടെന്ന് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റില്ല. ഇതൊക്കെ ഭഗവത് പ്രകൃതികളോട് സമാനമായിട്ടുള്ളതാണ് അല്ലെ? ജ്ഞാനം വൈരാഗ്യം ഭഗവത് പ്രകൃതികളോട് സമാനമാണ്. പക്ഷെ ഭഗവത്ഗീത പറയുന്നത് എന്താണ്? ഭൂമിരാപോ നലോ വായു ധമ്മനോ ബുദ്ധിരേവ ച അഹങ്കാര ഇതീയമ്മേ ഭിന്നാ പ്രകൃതിരഷ്ടഥ. ഞാൻ എന്റെ അഷ്ടവിധമായ പ്രകൃതികൾ. അപ്പൊ അതിൽ നിങ്ങളുടെ കൃത്യമായ ഓപ്ഷൻ ആയിരുന്നു. നല്ല ശ്രമം, നല്ല ഉത്തരം. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. സമലോഷ്ടാശ്മ കാഞ്ചന. ഇത് ഭഗവത്ഗീതയിലെ പ്രസിദ്ധമായ വരികളാണ്. ഈ വാക്യത്തിലെ അശ്മ പദത്തിന്റെ അർത്ഥം എന്താണ്?
ഓപ്ഷൻ എ മൺകട്ട, ഓപ്ഷൻ ബി കല്ല്, ഓപ്ഷൻ സി സ്വർണം, ഓപ്ഷൻ ഡി രത്നം. നിങ്ങളുടെ സമയം ഇവിടെ ആരംഭിക്കുന്നു. കല്ലാണോ മൺകട്ടയാണോ ഡൗട്ട്. ആലോചിക്കൂ, വേഗം ആലോചിക്കൂ. കല്ലാണോ മൺകട്ട. ചേട്ടനോ ചിന്മയിക്കുട്ടിയോ വേഗം തീരുമാനിച്ചു പറയൂ. സമയം കഴിയുന്നു. പറയൂ, ടെൻഷൻ ആവാതെ വേഗം ലോക്ക് ചെയ്യൂ. ഓപ്ഷൻ ബി കല്ല്. ഓപ്ഷൻ ബി കല്ല്. സമയമില്ലാത്തതുകൊണ്ട് ഇനി ഒന്നുമില്ല, ലോക്ക് ചെയ്യുന്നു. ഓക്കെ, ധൈര്യപൂർവ്വം നമ്മൾ ലോക്ക് ചെയ്തു. നോക്കാം ഏതാണ് ശരിയായ ഉത്തരം. ബി ആണോ? ടെൻഷൻ ഉണ്ടോ? ചേട്ടൻ പറ, നീ പറ. എനിക്കറിയത്തില്ല. ചേട്ടൻ അറിയില്ലേ? മൺകട്ടയാണോ കല്ലാണോ എന്നൊരു. മൺകട്ടയാണോ കല്ലാണോ എന്ന് നമുക്കത് ഇപ്പൊ അറിയാം. രണ്ടിനും ഏതാണ്ടൊക്കെ സമാന സ്വഭാവവും ഉണ്ട്. അതുകൊണ്ട് മൺകട്ടയാണോ, അശ്മശബ്ദത്തിന് മൺകട്ടയാണോ കല്ലാണോ എന്ന് ഇപ്പൊ പറഞ്ഞുതരും. നോക്കാം. യെസ്, ഉത്തരം ശരിയാണ്. 10 മാർക്ക്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം, മായാമേതാം തരന്തി തേ. ആർക്കാണ് മായയെ തരണം ചെയ്യാനാകുന്നത്? ഓപ്ഷൻ എ മായാരഹിതമായ മനസ്സുള്ളവൻ, ഓപ്ഷൻ ബി ഭഗവാന്റെ ഗുണങ്ങളെ വർണ്ണിക്കുന്നവൻ, ഓപ്ഷൻ സി ഭഗവാനെ ശരണം പ്രാപിക്കുന്നവൻ, ഓപ്ഷൻ ഡി ലോകാനുഭവങ്ങളെ ത്യജിക്കുന്നവൻ. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. സി ഭഗവാനെ ശരണം പ്രാപിക്കുന്നവൻ. ഉറപ്പ്? ഉറപ്പ്. ഭഗവാന്റെ ഗുണങ്ങളെ വർണ്ണിക്കുന്നവൻ ഒരു സാധ്യതയാണ്. ഉറപ്പ്? നമ്മൾ ലോക്ക് ചെയ്യുന്നു. ഓപ്ഷൻ സി ഭഗവാനെ ശരണം പ്രാപിക്കുന്നവൻ. ഭഗവാന്റെ മായ മമ മായ ദുരത്യയ. എന്റെ മായ തരണം ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാന്നാ ഭഗവാൻ പറയുന്നത്. പക്ഷെ ഒരാൾക്ക് തരണം ചെയ്യാൻ പറ്റും. അതാരാ നോക്കാം. ഉത്തരത്തിലേക്ക് നോക്കാം. ഭഗവാനെ ശരണം പ്രാപിക്കുന്നവൻ 10 മാർക്ക്. ഇതിൽ ലോകാനുഭവങ്ങളെ ത്യജിക്കുന്നവൻ, ഇതൊക്കെ ഒരു സാധ്യതയാണ്. പക്ഷെ ഭഗവാൻ കൃത്യമായി പറയുന്നു, എന്നെ ശരണം പ്രാപിച്ചാൽ, അതായത് ഭഗവാനെ ആശ്രയിച്ചാൽ നിങ്ങൾക്ക് മായയെ തരണം ചെയ്യാൻ സാധിക്കും. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നിങ്ങളുടെ മൂന്നാമത്തെ ചോദ്യം. ചോദ്യം ഇതാണ്: തമോ ഗുണം മനുഷ്യനെ ഏതു രീതിയിലാണ് ബന്ധിക്കുന്നത്? ഓപ്ഷൻ എ ആലസ്യം കൊണ്ട്, ഓപ്ഷൻ ബി കർമ്മനിരതത്വം കൊണ്ട്, ഓപ്ഷൻ സി അതിസാഹസികത കൊണ്ട്, ഓപ്ഷൻ ഡി രോഗങ്ങൾ കൊണ്ട്. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ഓപ്ഷൻ എ ആലസ്യം കൊണ്ട്. ഓപ്ഷൻ എ ആലസ്യം കൊണ്ട്. ലോക്ക് ചെയ്തോളൂ. തമോ ഗുണമാണ്. നന്നായി ആലോചിക്കണം. കർമ്മനിരതത്വമാവാം, രോഗങ്ങളാവാം. ആലസ്യം കൊണ്ട് ലോക്ക് ചെയ്യാൻ പോകുന്നു. ധൈര്യമായിട്ട് ലോക്ക് ചെയ്യുന്നു. നിങ്ങളുടെ ഉറപ്പാണ് എന്റെയും ലോക്ക്. ഉറപ്പ്? അപ്പൊ നമ്മൾ ഓപ്ഷൻ എ ആലസ്യം കൊണ്ട് ലോക്ക് ചെയ്യുന്നു. ശരിയായിരിക്കുമോ? തമോ ഗുണമാണ്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഇതിൽ തമോ ഗുണത്തിന്റെ സ്വഭാവം എന്താണെന്ന് നന്നായി ആലോചിച്ചിട്ടല്ലേ ലോക്ക് ചെയ്തത്. അപ്പൊ ശരിയായിരിക്കുമോ നോക്കാം. ഉത്തരം ശരിയാണ്. 10 മാർക്ക്. നിങ്ങളുടെ മൂന്നാമത്തെ ചോദ്യം. അത് പൂരിപ്പിക്കാനാണ്. ഡാഷ് അക്ഷര ഉച്യത്തെ. അക്ഷരപുരുഷനെ നിർവചിക്കുന്ന ലക്ഷണം ഏതാണ്? ഓപ്ഷൻ എ നിന്ദാരഹിതൻ, ഓപ്ഷൻ ബി സാത്വികൻ, ഓപ്ഷൻ സി അവ്യവസ്ഥിതൻ, ഓപ്ഷൻ ഡി കൂടസ്ഥൻ. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ഡി കൂടസ്ഥൻ. ഡി കൂടസ്ഥൻ. ആദ്യത്തെ സെക്കൻഡിൽ പറഞ്ഞ ഉത്തരം. വേണമെങ്കിൽ തിരുത്താം, സമയമുണ്ട്. വേണ്ട. വേണ്ട. ധൈര്യപൂർവ്വം, നിശ്ചയപൂർവ്വം ഓപ്ഷൻ ഡി കൂടസ്ഥൻ ധൈര്യത്തോടെ മഞ്ഞപ്ര സ്കൂളിൽ ലോക്ക് ചെയ്യുന്നു. ഓർമ്മയുണ്ടോ ആ ഭാഗം? അങ്ങനെയാണോ? അപ്പൊ സാത്വികോ അക്ഷര ഉച്യത എന്നല്ല, അവ്യവസ്ഥിതോ അക്ഷര ഉച്യത എന്നും അല്ല. നോക്കാം, കൂടസ്ഥോ അക്ഷര ഉച്യത എന്നാണോ ശരിയായ ഉത്തരമെന്ന് നമുക്ക് നോക്കാം. ഉത്തരം ശരിയാണ്. കൂടസ്ഥോ അക്ഷര ഉച്യത്തെ. ഭഗവത്ഗീത വാക്യം അനുസരിച്ച് കൃത്യമായ ഉത്തരം 10 മാർക്ക്. ശബരിഗിരി സ്കൂളിനോടുള്ള നാലാമത്തെ ചോദ്യം. വിമുക്തോ അമൃതമശ്നുതേ. ആരാണ് അമൃതാനന്ദം അനുഭവിക്കുവാൻ യോഗ്യനായിട്ടുള്ളത്? വിമുക്തി എന്ന ഭാവത്തെ പ്രാപിച്ച് അമൃതാനന്ദം അനുഭവിക്കാൻ ആരാണ് യോഗ്യൻ? ഓപ്ഷൻ എ അഗ്നിഹോത്രം ചെയ്യുന്നവൻ, ഓപ്ഷൻ ബി തീർത്ഥയാത്ര നടത്തുന്നവൻ, ഓപ്ഷൻ സി ആരോഗ്യമുള്ളവൻ, ഓപ്ഷൻ ഡി ഗുണങ്ങളെ തരണം ചെയ്യുന്നവൻ. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു.
എ അല്ലേ? ചേട്ടൻ പറഞ്ഞാൽ മതി. വേഗം തീരുമാനിക്കൂ. ഞാൻ പറഞ്ഞോളാം, എ അല്ലേ? ആയിരിക്കും, എനിക്കറിയത്തില്ല. ഡി ആന്നാ എനിക്ക് തോന്നുന്നത്, അറിയില്ല. വേഗം ലോക്ക് ചെയ്യൂ, സമയം കഴിയുന്നു. രണ്ടുപേരും ഒരു തീരുമാനത്തിലെത്തൂ. ചേട്ടൻ അറിയാന്നങ്ങ് പറ. വേഗം പറയൂ, സമയം കഴിയുന്നു. സമയം കഴിഞ്ഞാൽ കാര്യമില്ല. ഓപ്ഷൻ എ, അഗ്നിഹോത്രം ചെയ്യുന്നവൻ. ഓപ്ഷൻ എ, അഗ്നിഹോത്രം ചെയ്യുന്നവൻ ലോക്ക് ചെയ്തിരിക്കുന്നു. രണ്ടുപേർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നോ? ചിന്മയി കുട്ടിക്ക് ഏതാന്നാ തോന്നിയത്? എനിക്കാണെങ്കിൽ ഡൗട്ട് ഉണ്ട്. ഏതാന്നാ ഡൗട്ട് തോന്നിയത്? ആരാണ് അമൃതാനന്ദം അനുഭവിക്കാൻ യോഗ്യ? അഗ്നിഹോത്ര ഗുണങ്ങളെ ഗുണാതീതനാണോ എന്നൊരു സംശയം ഉണ്ടല്ലേ. അപ്പൊ ഗുണാതീതനാണോ, അഗ്നിഹോത്രം ചെയ്യുന്ന ആളാണോ അമൃതത്വത്തെ പ്രാപിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അത് തെറ്റായ ഉത്തരവാണ്. അപ്പൊ ഏതായിരിക്കും ശരി, നിങ്ങൾക്കറിയോ? ഈ ഗുണങ്ങളെ തരണം ചെയ്യുന്നവൻ. ഗുണങ്ങളെ തരണം ചെയ്യുന്നവൻ എന്ന് അവര് പറയുന്നു. നോക്കാം. ഓപ്ഷൻ ഡി, ഗുണങ്ങളെ തരണം ചെയ്യുന്നവൻ. ഗുണാനേതാൻ അതീത്യത്രീൻ. ഈ 3 ഗുണങ്ങളെയും തരണം ചെയ്തുകൊണ്ട്. അപ്പൊ നമുക്ക് മാർക്കില്ല, നമ്മൾ തെറ്റിപ്പോയി. 4ാമത്തെ ചോദ്യം. സോമോ ഭൂത്വാ രസാത്മകഃ. ഇത് ഭഗവത്ഗീത വാക്യമാണ്. ആത്മചൈതന്യം ചന്ദ്രൻ എന്ന ഭാവത്തിൽ നിർവഹിക്കുന്ന ദൗത്യം എന്താണ്? ഓപ്ഷൻ എ, ഭൂമിയെ തണുപ്പിക്കുന്നു. ഓപ്ഷൻ ബി, മഴ പെയ്യിക്കുന്നു. ഓപ്ഷൻ സി, ഔഷധികളെ പോഷിപ്പിക്കുന്നു. ഓപ്ഷൻ ഡി, പ്രകാശം പരത്തുന്നു. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. സി, ഔഷധികളെ പോഷിപ്പിക്കുന്നു. ഉറപ്പാണോ? ഉറപ്പാണ്. ചന്ദ്രന്റെ മറ്റു ഭാവങ്ങളൊക്കെ ആലോചിച്ച് നോക്കൂ. ഉറപ്പാണ്. ഇത് ഉറപ്പാണ്. അപ്പൊ ഇനി സംശയിക്കണ്ട, ലോക്ക് ചെയ്യുന്നു. ഓപ്ഷൻ സി, ഔഷധികളെ പോഷിപ്പിക്കുന്നു. നോക്കാം ഉത്തരം ശരിയാണോ എന്ന് നോക്കാം. ശരി ഉത്തരം, 10 മാർക്ക്. സന്തോഷല്ലേ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. 5ാമത്തെ ചോദ്യം. ഇത് പൂരിപ്പിക്കാനാണ്. ഡാഷ് യോഗാരൂഢസ്തദോച്യത്തെ. ആരാണ് യോഗാരൂഢൻ? ഓപ്ഷൻ എ, സർവജ്ഞൻ. ഓപ്ഷൻ ബി, നിരായുധൻ. ഓപ്ഷൻ സി, സർവസങ്കല്പ സന്യാസി. ഓപ്ഷൻ ഡി, സർവജ്ഞ പീഠാരൂഢൻ. ഇതിൽ യോഗാരൂഢൻ ആരാണ്? നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ഓപ്ഷൻ എ, സർവജ്ഞൻ. ഓപ്ഷൻ എ, സർവജ്ഞൻ. ലോക്കിയല്ലേ? ആ. ഉറപ്പിച്ചു. യോഗാരൂഢസ്തോച്യത്തെ എന്നത് പൂരിപ്പിക്കുകയാണ്. സർവജ്ഞൻ എന്ന് ലോക്ക് ചെയ്യുന്നു. നോക്കാം, അവിടെ യോജിപ്പിച്ചു നോക്കണം. യോഗാരൂഢസ്തോച്യത്തെ എന്നുള്ളതിന്റെ മുമ്പത്തെ വാക്ക് ഏതാണെന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം ശരിയാണോ ഉത്തരം എന്ന് നോക്കാം. ഉത്തരം തെറ്റാണ്. ഏതാണ് ശരിയായ ഉത്തരം എന്ന് നോക്കാം. സർവസങ്കല്പ സന്യാസി യോഗാരൂഢസ്തദോച്യത്തെ. ഭഗവത്ഗീത പറയുന്നു സർവസങ്കല്പ സന്യാസിയാണ് യോഗാരൂഢൻ എന്ന അവസ്ഥയിലെത്താൻ യോഗ്യൻ. നമുക്കവിടെ മാർക്ക് കിട്ടില്ല. ഓട്ടെ, നമ്മൾ നന്നായി മത്സരിച്ചു. വളരെ കുഴക്കുന്ന ഓപ്ഷനുകളായിരുന്നു അല്ലെ, ഉത്തരത്തോട് അടുത്ത് നിൽക്കുന്ന ഓപ്ഷനുകളായിരുന്നു. സെമി ഫൈനൽ അല്ലേ, പക്ഷെ സാരല്ല, നമ്മൾ മിടുക്കരായി മത്സരിച്ചു. ശബരിഗിരി സ്കൂളിന് 30 പോയിന്റ് ആണ് ഈ റൗണ്ടിൽ കിട്ടിയിരിക്കുന്നത്. നമുക്ക് അടുത്ത സ്കൂളിനോട് ചോദിക്കാം. അടുത്ത 5ാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. അഹം അവിടെ പൂരിപ്പിക്കുക. ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിതഃ. അന്നത്തെ ദഹിപ്പിച്ചുകൊണ്ട് ഭഗവാൻ ഏതു രൂപത്തിലാണ് ജീവികളിൽ സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ, തൈജസനായി. ഓപ്ഷൻ ബി, വൈശ്വാനരനായി. ഓപ്ഷൻ സി, പ്രാജ്ഞനായി. ഓപ്ഷൻ ഡി, വിശ്വനായി. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ബി, വൈശ്വാനരനായി. ഉറപ്പ്? ഒരു സംശയമില്ല. ഇല്ല. അവ സംശയമില്ലെങ്കിൽ പിന്നെ നമുക്ക് അത് തന്നെ ലോക്ക് ചെയ്യാം. ഓപ്ഷൻ ബി, വൈശ്വാനരനായി. സമാനമായ ഒരു ഉത്തരമാണ് വിശ്വൻ, തൈജസൻ. ഇതൊക്കെ ആത്മാവിന്റെ ഭാവങ്ങൾ തന്നെയാണ്. പ്രാജ്ഞൻ ഒക്കെ ആത്മാവിന്റെ ഭാവങ്ങളാണ്. പക്ഷെ ഭഗവത്ഗീത വാക്യം ഏതാണ് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. വൈശ്വാനരനാണോ? ഇത് ഏത് അധ്യായത്തിലാണ്? 15 15ാം അധ്യായത്തിന്റെ പേര് പുരുഷോത്തമയോഗം. പുരുഷോത്തമയോഗം ഭഗവത്ഗീതയിലെ 15ാം അധ്യായമാണ്. ഉത്തരം ശരിയാണോ എന്ന് നോക്കാം. ഓപ്ഷൻ ബി, വൈശ്വാനരനായി. ഉത്തരം ശരിയാണ്. തീർച്ചയായും ഭഗവത്ഗീതയുടെ വരികളിലൂടെ നിങ്ങൾ കടന്നുപോയി. അതുകൊണ്ട് തന്നെ എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ
ഉത്തരം നൽകാനും നിങ്ങൾക്ക് പറ്റി. ഭവൻസ് വിദ്യാമന്ദിർ മഞ്ഞപ്രയ്ക്ക് 50 പോയിന്റ് ഈ റൗണ്ടിൽ ലഭിച്ചിരിക്കുന്നു. നല്ല മത്സരമായിരുന്നു.